ഹായ് എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. അപ്പോൾ നമ്മൾ പറശ്ശിനിക്കടവിലെത്തി. പറശ്ശിനിക്കടവ് എത്തിയിട്ട് ഇനി ആളൊക്കെ ഒന്ന് കഴുകി എന്നിട്ട് വേണം അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് അമ്പലത്തിലത്തെ കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലൊക്കെ കാലൊക്കെ കഴുകിയിട്ടാണ് തൊഴാൻ വേണ്ടി കയറും അല്ലേ. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി നേരെ പറശ്ശിനിക്കടവിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇതിനു മുന്നേ പിന്നെ ഞങ്ങൾ പണ്ടൊക്കെ വരുമ്പോഴിങ്ങനെ കമ്പിവേലി കെട്ടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടാണ് ഈ കമ്പിവേലി കെട്ടിയിട്ടില്ല. ചിലപ്പോൾ ഇവിടുന്ന് കാല് കഴിയുമ്പോൾ ഈ പടിക്കെട്ടുന്ന താഴേക്ക് വഴുതി വെള്ളത്തിലേക്ക് ആഴത്തിലേക്ക് പോകുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. നയന മനോഹരമായ നല്ല കാഴ്ചയാണ്, കണ്ടില്ലേ? കടവിൻ്റെ നടുവിലൂടെ പിന്നെ തോണിയും ബോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അമ്പു ലേഖയും കൂടി അവിടുന്ന് കാല് കഴുകുന്നുണ്ട്. അതിൻ്റെ അത് വേറെ ഏതോ ആൾക്കാരാണ് കേട്ടോ, എനിക്കറിയാത്ത ആൾക്കാരാണ്. ഒന്ന് വെറുതെ വീഡിയോ എടുത്തുന്നേലോ. വാവ അവിടുന്ന് എന്താ പറയുക, വാവയല്ല പൊന്നൂസ് അവിടുന്ന് പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. വാവ ഇങ്ങനെ അത് അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. അമ്മ ബാഗൊക്കെ റെഡി, കാലൊക്കെ കഴുകിയിട്ട് ബാഗൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ ബോട്ടിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നതെന്ന് ഈ അമ്പലത്തിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് വീഡിയോ എടുത്തുകൂടാ, അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഇല്ലാത്തത്. ഇനിയിപ്പോൾ പിന്നെ വീഡിയോ ബോട്ടിങ് സർവീസ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് യാത്രയാണ്. അവിടെ നല്ലൊരു വലിയൊരു മുട്ടൻ യമണ്ടൻ ബോട്ട് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഈ വെള്ളം കാണുമ്പോൾ സത്യത്തിൽ പേടിയൊന്നുമില്ല കേട്ടോ. എനിക്ക് നീന്താൻ അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും നീന്താൻ അറിയാം. എനിക്ക് കുറച്ച് വെള്ളത്തിലൊക്കെ എന്തായാലും ഞാൻ നീന്തി രക്ഷപ്പെടും. വലിയ വെള്ളത്തിലെന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ പേടിയായി പോകില്ലേ. ഭയങ്കര എനിക്ക് തോന്നുന്നു വളപട്ടണത്തേക്ക് പോകുന്ന ആ പുഴയാണെന്ന് തോന്നുന്നു. പിന്നെ ഏട്ടനൊക്കെ എത്തിയൊക്കെ ഏട്ടനെ ഒട്ടും നീന്താൻ അറിയില്ല. പിന്നെ എന്താ പറയുക, ഇതിൽ കയറുമ്പോൾ ഒരു പേടിയുണ്ട്. എന്തായാലും കയറാൻ്റെ തയ്യാറെടുപ്പ് തന്നെയാണ്. ഇടുന്നവരെ വന്നിട്ട് ഇങ്ങനൊരു യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കയറാൻ ഞാനും പൊന്നൂസും അടിച്ചു പൊളിച്ചിട്ട് ഞാൻ എടുത്തോണ്ട് നടന്ന് എന്താ പറയുക, കുഞ്ഞിലേ എൻ്റെ കയ്യിലായിരുന്നു പൊന്നൂസ്. വളർന്നപ്പോൾ എന്നെക്കാട്ടി വലിയ ആളായി. പിന്നെ അപ്പോൾ എല്ലാവരും വിളിച്ച് അമ്മേനെയും അമ്മായിനെയും ഒക്കെ വിളിച്ചിട്ട് നമ്മൾ ബോട്ടിലേക്ക് കയറാണ്ട് പോകുകയെന്ന്. ഭയങ്കര ചൂടാണ് കേട്ടോ അവിടെ. പിന്നെ ഈ ബോട്ടിലേക്ക് കയറുമ്പോൾ ഞാൻ അയാളോട് ആദ്യം ഞാൻ എൻ്റെ മൊബൈൽ പിടിക്കാണ്ട് പറഞ്ഞു. എന്നിട്ട് അയാൾ പിന്നെ ആ ബോട്ടിൻ്റെ ഡ്രൈവർ ബോട്ടിൻ്റെ ഡ്രൈവർ എന്താണ് പറയുന്നത്, എനിക്കറിയാം, ഓടിക്കുന്നവരാ. അപ്പോൾ അവർ പറഞ്ഞു മൊബൈലൊക്കെ ശ്രദ്ധിക്കണം, വെള്ളത്തിൽ വീണ പോയില്ലേ. അപ്പോൾ ഞാൻ അവിടെ കയറിയാട് ഞാൻ ചോദിച്ചത്, അഥവാ ഇനി നമ്മൾ ബൈ ചാൻസ് പുഴയിലേക്ക് വീണാൽ രക്ഷപ്പെടേണ്ട, അതിന് പിന്നെ ലൈഫ് ജാക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഞാനിട്ടിട്ട് പറഞ്ഞു വേണ്ട, ഭയങ്കര ഉഷ്ണമായിരിക്കും, ഒന്നും പറ്റുമെന്നില്ല, അയാൾ ഗ്യാരണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഹാപ്പി ആയിട്ട് യാത്രക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായി. പിന്നെ എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് ഇരുന്ന് ഏട്ടൻ നിൽക്കുന്നത്രേ. ഞാനാകെ പേടിച്ചിട്ടേ ഇല്ലത്. അപ്പോൾ അങ്ങനെ ഒരു ബോട്ടിങ് ഒരിക്കലും ഒരുപാട് ദൂരം ചുറ്റിക്കറങ്ങി കാണിച്ച് പിന്നെ എന്താ പറയുക, മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ ആ ഭാഗത്തൊക്കെ കൊണ്ടുപോയി ശരിക്കും നമ്മളെ അവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. ഓക്കെ, അതൊരു എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ.